ഭാഗമായ പാറാട്ട് മഹോത്സവ ദിവസമായിട്ട് ക്ഷേത്രത്തിൽ വായിച്ചാൽ പോലെയുടെ പുറപ്പാടാണ് നടക്കാൻ പോകുന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വരുമ്പെടുക്കാം. ബഹുമാനപ്പെട്ട പങ്കുചാലന്മാരെ, മറ്റു സമുദായാംഗങ്ങളെ, ആചാര്യന്മാരെ, എല്ലാവരോടും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. കാരണം ഈ നടക്കുന്ന പൊറാട്ടിൻ്റെ അടക്കവും എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഇവിടെ ഒരു അവസരം തന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കഴിഞ്ഞ 3 പ്രാവശ്യമായി ഞാനിവിടെ MLA ആണ്. ഈ പ്രാവശ്യവും ഞാൻ തന്നെ MLA ആവാൻ നിൽക്കുമ്പം പലരും എതിർത്തിനി. പുലിക്കോടൻ ഉണ്ണി എന്തെല്ലോ കളി കളിച്ചിനി. പക്ഷെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഈ 10-15 കൊല്ലക്കാലം ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വളരെയധികം മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് പറയും. പണ്ട് ഒരു വീട്ടിൽ 3-4 കുടുംബങ്ങളെല്ലാം താമസിച്ചിനി. മാധവട്ടിക്കറിയില്ലേ? ഇപ്പോൾ വീട്ടിലെല്ലാം താമസിക്കാൻ ആളില്ല. ഇഷ്ടം പോലെ വീട്, പത്രം പോലും ക്വാർട്ടേഴ്സ് എടുക്കുന്നു. പിന്നെയും ആൾക്ക് വാടക കൊടുക്കാൻ വേണ്ടിയിട്ട്. അവനോട് ചോദിച്ചൊക്കെ എൻ്റെ അളിയ പ്രസാദ് ആടെ വലിയ റിസോർട്ടെല്ലാം ആക്കുന്നുണ്ട്. വിദ്യാഭ്യാസമോ നായദൂരിയ പോലെ എഞ്ചിനീയർമാർ, ഡോക്ടർമാരെ വിരലുണ്ടെന്നതിനേക്കാളും കൂടുതൽ ഡോക്ടർമാർ. അത്രയും വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ അത്രയും ഉയർച്ച. ഉപകാരി ലങ്കപ്പാറു മീൻകാരി ജനറോ ഇന്ന് ഫ്രീനാ? ഇന്ന് ഫ്രീ. ആർക്കെല്ലാം ഫ്രീ ഉണ്ട്? എല്ലാവർക്കും ഫ്രീ. കൊറേ കാലമായി ഇങ്ങോട്ട് വരുന്നത്. വല്ലാണ്ട് ഇന്ന് രാവിലെ മീന നീ കൊണ്ടല്ലേ? ഇറങ്ങുമ്പം തന്നെ ഒരു നക്കിച്ചാത്തൂനെ കണ്ടു. അപ്പൊ അവിടെ നിന്നു. നല്ല അവസാനം ഓനെ കണ്ട കീഴി മനസ്സിലായ ആടെ ഒരാൾ പാറി വന്ന് തൈമ കയറുന്നുണ്ട്. പാറി വന്ന് തൈമ കയറുന്നുണ്ട്. എന്നിട്ടോ ഓന്റെ ഒരു 1.5 പറി ഞാൻ കണ്ടുടാ. തേങ്ങല്ലേ പറിക്കുന്നത് കൊച്ചമാധവന്റെ പറി കണ്ടു. മീനിന്റെ കാര്യം പറഞ്ഞാൽ മതി. ഇത്തരം മീനൊന്നും കൊണ്ടുവന്നിട്ടും ഈ തെരുവിലൊന്നും വിൽക്കണ്ട. നിനക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മാത്രം നടത്തി പോയിക്കോ. ഇത് വളരെ മോശം, അത് മണക്കുന്നു. തുണി കച്ചവടത്തിന് പോയി. തുണി കച്ചവടത്തിന് പോയി. തുണി പൊന്തിച്ചില്ല കച്ചവട, തുണി കച്ചവട തിരുവങ്ങാട്. അപ്പൊ അമ്മേനെ കണ്ടു. അമ്മയോട് പറഞ്ഞു കിടക്ക വേണോ? കിടക്ക. പിന്നെ അത് കഴിഞ്ഞാട് പായി വിരി കിടക്ക വേണോ? പായി വിരി എന്ന് പറഞ്ഞു അമ്മ. അപ്പൊ കണ്ണാട്ടൻ അത് മുതലെടുത്തു. പായ വിരിച്ചതല്ല കിടക്ക വിരിച്ചിന്. എന്നിട്ട് കണ്ണാട്ടനോട് പോകുമ്പോ പറയുന്നു നീള കുറവ്.
വിരിക്ക് നീളക്കുറവൊന്നുമില്ലാന്ന് എനിക്ക് അമ്മ ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ല വിരിക്ക് നീളം കുറവാ കണ്ണാട്ടിന്റെ നീളം കുറവാ? അതെ അമ്മ പറഞ്ഞ നീളക്കുറവ് കണ്ണാണ്. നീളം കുറവാന്ന് നാളെ ഞാൻ പരിഹരിക്കാന്ന് പറഞ്ഞ് പിറ്റേ ദിവസമാണ് കൊച്ചരാമനെ പറഞ്ഞേക്കുന്നത്. കൊച്ചരാമൻ നീളം കുറഞ്ഞുകൊണ്ട് നീളം കൂടാൻ വേണ്ടി കൊച്ചരാമനും അത് മുതലെടുത്തു. അങ്ങനെയല്ല ഒരു പാർവതിയാണ്. ഇന്ന് തീരും തേടും തിരയുടെ പാട്ടിൻ താളത്തിൽ വന്നതാലസയായി ഇന്ന് പ്രേമം പൂക്കുമെങ്കിലും മേറ്റി കാമുറക്കം നടത്തിനാശിനിയായി നർത്തനം തുടരും മോഹിനി നർത്തനം തുടരും മോഹിനി ഞാൻ വയസ്സറിയിച്ചത് മുതൽ പൊങ്കാലിയിടാൻ തുടങ്ങിയാണ്. ആദ്യം ഇടുമ്പം ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ഇട്ടിപ്പം ശരിയായി. നോക്കി എൻ്റെ കുടം കണ്ടില്ലേ, നല്ല വൃത്തിയിടാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഏടെ പൊങ്കാലിടും ഞാൻ ഇടാൻ പോകുന്നുണ്ട്. ഹായ്, ഞാൻ തൃശ്ശൂർ പൂർന്നാണ് വരുന്നത്. കഴിഞ്ഞ 20 കൊല്ലമായി പൊങ്കാലിടുന്നു. ഇന്നലെ വന്നിനി ഇവിടുത്തെ ഏട്ടന്മാരൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ലാന്ന്. എല്ലാം പൊങ്കാലിന്റെ കണ്ണ് നോക്കി 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 മനുഷ്യൻ ഉറങ്ങാനും വിട്ടിട്ട 20 കൊല്ലത്തെ പൊങ്കാലിയും പോയി. മാഡത്തിൻ്റെ അഭിപ്രായം പറയും. ഞാൻ കുറേ വർഷമായി പൊങ്കാല ഇടുന്നുണ്ട്. എന്നെ പൊങ്കാല ഇടാൻ പഠിപ്പിച്ചത് എൻ്റെ സ്വന്തം ചേട്ടനാണ്. ചേട്ടൻ ഇവിടുത്തെ കമ്മിറ്റിയാണ്. ചേട്ടൻ എന്നും എന്നെ വിളിക്കും, വരുന്നില്ലേ ചോദിക്കും. എൻ്റെ കുടം പിടിക്കൂ, എൻ്റെ കുടം പിടിക്കൂ, കുടം പിടിക്കൂ, കുടം പിടിക്കൂ, പിടിക്കൂ, കുടം പിടിക്കൂ. എന്നിട്ട് ആ ചേട്ടൻ എന്നും സഹായിക്കും. ആ ചേട്ടൻ പത്രമാവ് ചേട്ടനാണ്. ചേട്ടൻ എന്നും ഇളക്കും, നന്നായിട്ട് ഇളക്കും. ചേട്ടൻ്റെ ഇളക്കിലൊരു അപാരം കണ്ടില്ലേ, വക്ക് പൊട്ടിയിട്ട് കാണുന്നില്ലേ? പിടിക്കൂ, കുടം പിടിക്കൂ, നന്നായിട്ട് പിടിക്കൂ. ചേട്ടൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ചേട്ടൻ നന്നായിട്ട് ഇളക്കും. ചേട്ടൻ്റെ ഒരു അപാര കഴിവ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ നന്നായിട്ട് ചൂടാക്കി തരും. ചേട്ടൻ ചൂടാക്കി പാല് പുറത്ത് വരാൻ സമ്മതിക്കൂല. ചേട്ടൻ ഇങ്ങനെ പാല് പുറത്ത് വരാതെ ഇങ്ങനെ ആക്കുന്ന ചേട്ടൻ്റെ ഒരു കഴിവ് അപാര കഴിവാണ്. ഞാൻ എല്ലാ വർഷവും വരും, ഈ വർഷവും വന്നു. ഓക്കെ, ശരി. മാഡത്തിൻ്റെ കുടം എന്താണ് ഇത്ര വലുതായിരിക്കുന്നത്? ഞാൻ വരുന്നത് ഇടയിലെ കടന്നത്. ഞാൻ ഇന്നലെ വന്നിനി. ഇവിടെ വന്നിട്ടാകുമ്പം കുറേ ഏട്ടന്മാരുണ്ട്. ഉറങ്ങാനും ഇരിക്കാനും ഒന്നും വിടുന്നേ ഇല്ല. ഒന്ന് കുനിഞ്ഞാണ്. അതിന് ശേഷം കുടത്തിൻ്റെ ഉള്ളിൽ കോലിട്ടിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് ആക്കുമ്പോഴത്തേക്ക് ഏട്ടന്മാരുണ്ടാവും. വിടുന്നു ഏട്ടന്മാർ ഒരേ ഇതാക്കണന്നെ, വിടുന്നേ ഇല്ല. അവസാനം ഞാനിനി എന്നാണ് ഇപ്പം വീട്ടിൽ പോയിട്ട് അവനോട് പറയണ്ട്, എൻ്റെ കെട്ടിയവരോട്, എൻ്റെ നിതംബങ്ങൾ കാണുന്നില്ലേ നിങ്ങ? അല്ല ഞാൻ പിന്നെ എൻ്റെ പേര് തമ്പായിയാണ്. തമ്പായി എന്ന് പറഞ്ഞാൽ കുറേ തമ്പായി എന്നുള്ള പേരുണ്ട്. ഞാൻ 12 വയസ്സ് നാട് വിട്ടിയാണ് എടാ ഒരു പൊങ്കാലിടാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ കുടം ചെറിയ കുടമാണ്. അപ്പം ഞാൻ തമ്പാനൂരാ പോയി ഇറങ്ങുന്നത്. അപ്പോൾ ക്യാമറമാൻ പച്ചിക്കോരന് നമസ്കാരം. കഴിഞ്ഞ 5 വർഷമായി ഞാൻ പൊങ്കാലിടുന്നു. ഞാൻ എവിടെ പൊങ്കാലിടാൻ പോയാലും ഈ പച്ചിക്കോരൻ ഈ ഊരായി എടുത്തിട്ട് വരും. ഈ പച്ചിക്കോരനാണ് എന്നിങ്ങനെ വൈറലാക്കിയത്. 5 വർഷം മുമ്പേ ഈ ക്ഷേത്രത്തിലെ ഇളയ ചെട്ടിയാനാണ് എന്നെ പൊങ്കാലിടാൻ കൊണ്ടുവന്നത്. അതുവരെ ഇളമ്പുച്ചിയിൽ മാത്രം ഇട്ടുകൊണ്ട് വന്ന എന്നെ ഇവിടത്തേക്ക് കൊണ്ടുവന്നത് ഇളയ ചെട്ടിയാനാണ്. ഇളയ ചെട്ടിയാൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അടുപ്പ് കത്തിച്ചിട്ട് ഈ പാലിങ്ങനെ പതച്ച് വരുമ്പോൾ പെട്ടെന്ന് കൊള്ളിയെടുക്കും. അത് പതച്ചിട്ട് പുറത്തേക്ക് മറിയാൻ ഇളയായിട്ട് ഞാൻ വിടൂല. പിന്നെ ആദ്യം കത്തിക്കും. ആദ്യം ചൂടാക്കി കത്തിച്ചിട്ട് ആദ്യം പാല് തിളച്ച് മറിയണം. ആദ്യം കോലെടുത്തിട്ട് ഇങ്ങനെ നിൽക്കും.
കുറേ പ്രാവശ്യം അങ്ങനെ ആക്കിയിട്ടാണ് ഇളയേറ്റാൻ പാല് പതപ്പിച്ചിട്ട് പുറത്തെത്തിച്ചിനി. അതും 1 ലിറ്റർ ഒന്നും അല്ല. ഇളയേറ്റാൻ്റെ പതപ്പിച്ചിട്ട് പുറത്ത് വരുന്നത് കണ്ടാല് ക്ഷീണം വന്നു പോവും. നന്ദിനി നന്ദന നന്ദനം മണ്ണും സീതയുത്തു വേഗം വടിയിൽ നല്ല വർണ്ണശാലം തീർത്ത് സുഖവാസം ചെയ്യും കാലം കണ്ടു കൂടിലരികിൽ സീതയൊരു മാനം തുള്ളി കളിക്കുന്ന മാനേ പള്ളിക്കാട്ടിൽ തുള്ളിയിടുന്ന പുള്ളിമാനേ തുള്ളി കളിക്കുന്ന മാനേ പള്ളിക്കാട്ടിൽ തുള്ളിയിടുന്ന പുള്ളിമാനേ. 2025 വിവിധ അവാർഡുകൾ വാരിക്കൂട്ടിയ വില്ലടിച്ചാമ്പാട്ടായ വില്ലുമുറിയെ എന്ന പോരാട്ടമായി സ്റ്റേജിലേക്ക് ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുത്ത കാരുണ്യ രാഗമാലൻ അന്നൊരു നാട് പാത്തുമോളെ ഉമ്മകരികിൽ മായിലിക്കുന്നോരാശയാല് പൂപ്പൊന്നാര കുമാര കാഴ്ച കാണാൻ കൊച്ചരവിനെ കാണാൻ പോകുമ്പം പൊളക്കേരിനെ തോതു കാണാൻ പോകുമ്പോ കതിരൂരിനെ തോതു മിന്നാടനാട് പോകുന്ന വഴി പുലകോവിനെ തോതു റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴി മജീദിനെ തോതു ഞാൻ വണ്ടി കൊണ്ട് വരാം. ഇത് നമുക്ക് അമരത്ത് നാളെ കൂടാൻ പറ്റാൻ അമരത്ത് അമരത്ത് സ്വർണ്ണാവണം അമർത്തി
ഇപ്പൊ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു പോരാ സമാധിയല്ലോ ഒരു ചാലച്ചൊക്കെ നാരായണ പച്ചപ്പിന്നെ തെളിച്ചുകൊണ്ടേ അതിന് ഇടവഴിയിൽ വെച്ച് അമ്മ പട്ടിണി കിടന്ന് വാതിലടച്ച് കിടന്നുകൊണ്ട് വാതിലിന്റെ അറങ്ങാനെടുത്ത് വയറും വന്നിച്ച് വയലൂടെ പുഞ്ചയിലെ പോകുമ്പോൾ അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വണങ്ങ് ചെല്ലമ്മേ അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വണങ്ങ് ചെല്ലമ്മേ മുക്കാപാരം വെല്ലം വാങ്ങി അയ്യക്കപ്പോതി കെത്തിയില മുക്കാപാരം വെല്ലം വാങ്ങി അയ്യക്കപ്പോതി കെത്തിയില അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വണങ്ങ് ചെല്ലമ്മേ അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വണങ്ങ് ചെല്ലമ്മേ മുക്കാപാരം വെല്ലം വാങ്ങി അയ്യക്കപ്പോതി കെത്തിയില മുക്കാപാരം വെല്ലം വാങ്ങി അയ്യക്കപ്പോതി കെത്തിയില അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വണങ്ങ് ചെല്ലമ്മേ അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വണങ്ങ് ചെല്ലമ്മേ മുക്കാപാരം വെല്ലം വാങ്ങി അയ്യക്കപ്പോതി കെത്തിയില മുക്കാപാരം വെല്ലം വാങ്ങി അയ്യക്കപ്പോതി കെത്തിയില അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്കപ്പോതി കെത്തിയില മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്കപ്പോതി കെത്തിയില അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്കപ്പോതി കെത്തിയില മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്കപ്പോതി കെത്തിയില അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്കപ്പോതി കെത്തിയില മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്കപ്പോതി കെത്തിയില What